ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എവിടെയൊക്കെ പോയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കണമെന്ന് അറിയാമോ? ഞാൻ വൈകിട്ട് ഇറങ്ങിയതാണ് ഇവിടെ നിന്ന്. ഇതിപ്പോൾ സമയം 8:30 മണി. എൻ്റെ അമ്മേ, അതായത് ഞാനൊന്ന് ആദ്യം തന്നെ പോയത് ആശുപത്രിയിലോട്ടാണ്. അമ്മൂന് അവൾ തൊണ്ടയ്ക്കകത്തൊരു മുള്ളെടുത്ത് വെച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് മീൻ കഴിച്ചപ്പോൾ എൻ്റെ അമ്മയെ ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പോകുമെന്ന് വിചാരിച്ചു. കുഞ്ഞു മുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും അവൾ സമ്മതിക്കില്ല. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട്. പിന്നെ എനിക്കൊരു പേടി, നാളെ സ്കൂളും തുറക്കുവാണ്, ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ചെന്നപ്പോഴേക്കും ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യം അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ആറ്റുകാൽ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചാലക്കകത്ത് പോയി. എനിക്ക് നാളെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചാലക്കകത്ത് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇത്രയും പറഞ്ഞു വരുന്നത് വേറുകൊണ്ടല്ല. ഞാൻ ഇറങ്ങാൻ സമയത്ത് ഞാൻ ഹെവി മേക്കപ്പ് ഒന്നും അല്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ CTM കൺസീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫൗണ്ടേഷൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞ ഇത്രയും ഞാൻ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടും ഞാൻ ചെയ്ത ആ ഒരു മേക്കപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇത്രയും ഞാൻ നല്ല രീതിയിൽ വിയർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്ന് അതുകൊണ്ട് ഞാൻ നേരെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പ്രോഡക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ബിലോ നിങ്ങൾ ലിങ്ക് എന്ന് ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടുതരാം. എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും കാണിക്കാറില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക, വിയർത്ത് കുളിച്ച് നമ്മൾ ഇടുന്ന മേക്കപ്പൊക്കെ ഒന്ന് ഒലിച്ച് പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ഇടുന്നത് വളരെ മിനിമലായിട്ടാണെങ്കിൽ പോലും അത് തിരിച്ച് വരുമ്പോഴും ഇതുപോലെ നല്ല പക്കയായിട്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് അക്കൗണ്ടും കൂടെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അണ്ടിൽ ദെൻ ബൈ.